നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്ന പോർഷനാണ്. ഫോറിയർ ഇന്റഗ്രലിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് കിട്ടും, അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് കിട്ടും. അതിനെ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഫോറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്: ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഇതാണ് നമ്മളുടെ ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല. അപ്പം ആൻസർ എഫ് ഓഫ് എക്സ് ആണ്, സോ ഡി ഒമേഗ. ഇതാണ് നമ്മുടെ മെയിൻ ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ അപ്പൊ രണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കണം ഇതിനകത്ത്. ഒന്നെന്ന് പറയുന്നത് എ ഒമേഗ, അവനെ കണ്ടുപിടിക്കുക. പിന്നെ ബി ഒമേഗ കണ്ടുപിടിക്കുക. ഈ രണ്ടുപേരെ കണ്ടുപിടിച്ച് ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഈസ് ഓവർ. ഓക്കെ, സോ വാട്ട് ഈസ് എ ഒമേഗ? എ ഒമേഗയുടെ ഒരു ഫോർമുലയുണ്ട്, 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കണ്ടോ, ഫോറിയർ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഉള്ളൂ. സബായിട്ടുള്ള ഫോർമുലയിൽ ഫുൾ ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പിന്നെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ബി ഒമേഗ എന്ന് പറയുമ്പോൾ 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇപ്പൊ ഈ രണ്ടെണ്ണം കണ്ടുപിടിക്കുക, ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവർ പ്രോഗ്രാം ഈസ് ഓവർ. നമുക്ക് 7 മാർക്ക് കിട്ടും. ഇതാണ് ഫുൾ ഫോറിയർ ഇന്റഗ്രൽ. അപ്പൊ ഫുൾ ഫോറിയർ ഇന്റഗ്രൽ പറയുമ്പോൾ ഹാഫ് ഫോറിയർ ഇന്റഗ്രൽ ഉണ്ട്, ദാറ്റ് ഈസ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഉണ്ട്, ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഉണ്ട്. ഇപ്പൊ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ കോസ് വരുന്ന ഭാഗം മാത്രം നിർത്തുക. ഇപ്പം ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഇപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്? കോസ് വരുന്ന ഭാഗം മാത്രം നിർത്തും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ടി ഒമേഗ. സൈൻ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പൊ എനിക്ക് എ ഒമേഗ മാത്രമേ ഉള്ളൂ എന്റെ ഇന്റഗ്രൽ. സോ ഞാൻ എ ഒമേഗയുടെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അവിടെ എ ഒമേഗ ഇസ് ഈക്വൽ ടു 1/π എഴുതരുത്, അവിടെ ഒരു ചെറിയ വ്യത്യാസം 2/π. കാരണം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല താഴ്ന്നത്, ഈവൻ ഫംഗ്ഷന്റെ കൺസെപ്റ്റ് 0 ടു ഇൻഫിനിറ്റി ചെയ്യും. എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. തിരിച്ച് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണല്ലോ. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ വരും. അപ്പൊ ഈ ഭാഗം കട്ട് ചെയ്യും, നമ്മൾ ഈ ഭാഗം നിലനിർത്തും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോർമുല എന്ന് പറയുമ്പോൾ ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഫോർമുല ആവും. അപ്പൊ അവിടെ ബി ഒമേഗ മാത്രമേ ഉള്ളൂ, സോ ബി ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അപ്പൊ എന്തുവായാലും ഫുൾ ആണെങ്കിൽ എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിക്കണം, മെയിൻ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹാഫ് ഇപ്പൊ കോസ് ആണെങ്കിൽ എ ഒമേഗ മാത്രം കണ്ടുപിടിക്കുക, അത് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് സൈൻ ആണെങ്കിൽ ബി ഒമേഗ മാത്രം കണ്ടുപിടിക്കുക, അത് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളോട് അല്ലെ ഒന്നി പറയണം, ഇന്നത് ചെയ്യണം, ഫുൾ ഫോറിയർ ഇന്റഗ്രൽ ചെയ്യണം, അല്ലെങ്കിൽ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ചെയ്യണം, അല്ലെങ്കിൽ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ചെയ്യണം എന്ന് പറയണം. ഓക്കെ, ഒന്നും പറയാതെ തന്നെ അവർ ക്വസ്റ്റ്യൻ തരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നും പറയത്തില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മളാണ് ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്യുന്നതും ഏത് ഇന്റഗ്രൽ ആണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് സെലക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഓക്കെ, പക്ഷെ ഈ ഇന്റഗ്രൽ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ചേറെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ് ഉണ്ട്. വൺ ഈസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് ടി എക്സ്. ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരാളാണ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് ടി എക്സ്. അപ്പം ഇതിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതി വെക്കുക, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ ആരാന്നറിയാലോ, ഇ റേസ് ടുന്റെ മുകളിലുള്ള എക്സിന്റെ കൂടെയുള്ള ആള്. ബി എന്ന് പറയുന്നത് കോസിനകത്ത് എക്സിന്റെ കൂടെയുള്ള ആള്. അപ്പൊ അത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ക്രോസ് പോലെ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അപ്പൊ ഈ ഫോർമുല വൃത്തിയായിട്ട് പഠിക്കണം. ഇനി ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. അപ്പൊ ഈ ഫോർമുല പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വേറൊരു ഫോർമുല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫോർമുല ഉണ്ട്.
ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വേറൊരു ഫോർമുലയാണ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. പ്രത്യേകമായ ആ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വരണം. e റേസ് ടു മൈനസ് ax വരണം. ആ മൈനസ് തന്നെ വരണം. കോസ് bx dx. ഇങ്ങനൊക്കെ വന്നാൽ ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് ax സൈൻ bx dx. ഇതൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇന്റഗ്രേഷനും വേണ്ട, ഒരു ലിമിറ്റും കൊടുക്കേണ്ട. ആൻസർ ഇസ് ഡയറക്റ്റ്. കോസ് ആകുമ്പോൾ a ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, സൈൻ ആകുമ്പോൾ b ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമ്മൾക്ക് ആൻസർ കിട്ടി. ഇത് നമ്മളായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. ഇതിനകത്ത് ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റിലത്തെ ഫോമുലയിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്നേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഇനിയും ഇതൊക്കെ ഫോമുലയൊക്കെ എഴുതി ലിമിറ്റ് കൊടുത്ത് ചെയ്ത് വരണ്ട. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിലേക്ക് പോകാം. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്തതാണ്, 1 ചെയ്തതാണ്. അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. നമുക്ക് സെക്കൻഡ് 4 6 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ 6 മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിനെക്കാട്ടി സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഫോർത്തും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 6th ചെയ്യാൻ പോവാ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 6th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6th ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിപ്പോ 6th ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കാം. യെസ്, ദിസ് അവർ 6th ക്വസ്റ്റ്യൻ. അപ്പം അവരുടെ ക്വസ്റ്റ്യൻ എപ്പോഴും റൈറ്റ് സൈഡിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ആളായിരിക്കും. അപ്പൊ റൈറ്റ് സൈഡിലുള്ള ഇദ്ദേഹമായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ള എഫ് ഓഫ് എക്സ്. അപ്പം നമ്മൾ ആദ്യമേ എഫ് ഓഫ് എക്സ് അങ്ങ് എഴുതി വെക്കുക. ദാറ്റ് ഈസ് അവർ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 e raised to minus x cos x where x greater than 0. x പോസിറ്റീവ് ആകുമ്പോഴേ ഉള്ളൂ, 0ക്ക് മുകളിലോട്ട്, അതായത് 0 തൊട്ട് ഇൻഫിനിറ്റി ആകുമ്പോഴേ ഉള്ളൂ ഈ എഫ് എക്സിന് വാല്യൂ. അല്ലാത്തപ്പോൾ ഒന്നുമില്ല, 0 എന്നർത്ഥം. ഓക്കെ, ദിസ് ഇസ് എഫ് ഓഫ് എക്സ്. ഇനി അവരെന്താണ് ചെയ്തിരിക്കുന്നത്? അത് ഫൊറിയർ ഫുൾ ഇന്റഗ്രൽ ആണോ ചെയ്തേക്കുന്നത്, ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണോ, ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണോ ചെയ്തിരിക്കുന്നത് നോക്കാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുമല്ലോ. അവർ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണ് ചെയ്തിരിക്കുന്നത്. എക്സ് ഒമേഗ സൈനിനകത്തുണ്ട്. സോ അവർ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ ഹൈലൈറ്റഡ് അല്ലാത്ത സാധനമായിരിക്കണം. അപ്പൊ നിൽക്കി അത് പറയാം. ഫൊറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോമുല അന്നേരം നമ്മൾ അങ്ങ് എഴുതിക്കോണം. നമ്മുടെ മെയിൻ ഫോമുല ഇതാണ്. ഫൊറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോമുല ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ, സൈൻ ആകുമ്പോൾ ബി ആണ്, ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബി ഒമേഗ. ഈ ഫോമുലയാണ് നമ്മുടെ ഫൈനൽ ആൻസറിൽ വരുന്ന ഫോമുല. ഇനി ബി ഒമേഗയുടെ കണ്ടുപിടിച്ചാൽ മതി. ആ ബി ഒമേഗയുടെ വാല്യൂ മീൻസ് വെരി സിമ്പിൾ. ഇവിടെ വരുന്ന ബി ഒമേഗ എന്ന് പറയുന്നത് സൈൻ ഒമേഗ എക്സിന്റെ കൂടെ വരുന്നത് ഇത്രയായിരിക്കണം നമ്മുടെ ബി ഒമേഗ. ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4. ഇതായിരിക്കണം നമ്മുടെ ബി ഒമേഗ. അപ്പൊ നമുക്ക് ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ബി ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ പിങ്ക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത സാധനമാണ് നമുക്ക് ബി ഒമേഗ ആയിട്ട് വരേണ്ടത്. എന്നാലേ ശരിയാവത്തുള്ളൂ. ബി ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ നിങ്ങൾ ഈ ഞാൻ ബോക്സ് വരച്ചിട്ട് ഇട്ടിട്ട് നോക്കി, ആ ബി ഒമേഗയുടെ സ്ഥാനത്ത് വന്നത് ഒമേഗ ക്യൂബ് ഡിവൈഡ് ബൈ ഒമേഗ റൈസ് ടു 4 പ്ലസ് 4. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമുക്ക് ബി ഒമേഗയുടെ ഫോമുലയോടെ എഴുതാം. ബി ഒമേഗ ഇസ് ഈക്വൽ ടു ബി ഒമേഗ. ബി ഒമേഗ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോമുല? ഹാഫ് ആകുമ്പോൾ 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്, ഫുൾ അങ്ങ് എഴുതുക, എഫ് ഓഫ് എക്സ്, പിന്നെന്താ കോസ് ബി ഒമേഗ ആകുമ്പോൾ സൈൻ അല്ലേ, സോറി, സൈൻ ഒമേഗ എക്സ് ഡി എക്സ്, സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ ഇനി കൊടുക്കാം 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. പിന്നെ അവിടെ സൈൻ ഒമേഗ എക്സും ഉണ്ട്, സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ തന്നെ പൈ പൈ ക്യാൻസൽ, 2 ക്യാൻസൽ. അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയാക്കി എഴുതാൻ പോവാൻ ഞാൻ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഞാൻ ആദ്യം ഇ റേസ് ടു മൈനസ് എക്സ് എഴുതി, പിന്നുള്ളത് സൈൻ ഒമേഗ എക്സ് കോസ് എക്സ്. ഞാൻ ആദ്യം സൈൻ എഴുതി ഡി എക്സ്. കാരണം ഇപ്പൊ ഇവിടെ സൈൻ ഒമേഗ എക്സ് മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ ആ ഫോമുല അപ്ലൈ ആയിരുന്നു, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ബി എക്സ്. കോസ് എക്സ് മാത്രമായിരുന്നെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം. അപ്പൊ ഈ ഇവർ ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് ആ ഇന്റഗ്രേഷന്റെ ഫോമുല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരുമിച്ച് ആൾക്കാർ വന്നത് നമുക്ക് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് അവരെ സ്പ്ലിറ്റ് ചെയ്ത് 2 റൂമിലാക്കാം. ഈ സൈനിനെയും കോസിനെയും 2 റൂമിലാക്കണമെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഫോമുലയുണ്ട്, സൈൻ എ കോസ് ബി, അതുകൊണ്ട് അപ്ലൈ ചെയ്താൽ മതി.
നമ്മൾ ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, സൈൻ എ കോസ് ബി. അതങ്ങോട്ട് അപ്ലൈ ചെയ്യുക. എങ്ങനെയായിരുന്നു? സൈൻ എ കോസ് ബി സൈൻ എ മൈനസ് ബി പ്ലസ് സൈൻ എ പ്ലസ് ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. അത് ഇവിടോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എ എന്ന് പറയുന്നത് ഒമേഗ എക്സ്, ദിസ് ഇസ് എ. ബി എന്ന് പറയുന്നത് എക്സ്. അങ്ങനെ ചെയ്താൽ മതി, സൈൻ എ കോസ് ബി. അപ്പൊ നമ്മൾ ചെയ്യുമ്പം ഫോർമുല ആദ്യം അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് അവിടെ നിൽക്കട്ടെ, പിന്നെ അടുത്തോട്ട് കൊണ്ടുപോകാം. സൈൻ എ കോസ് ബി അപ്ലൈ ചെയ്യാൻ പോവാം. സൈൻ എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ എക്സ് മൈനസ് എക്സ് പ്ലസ് സൈൻ എ പ്ലസ് ബി ഒമേഗ എക്സ് പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഫോർമുല അപ്ലൈ ചെയ്തു, dx. ഇനി നമുക്ക് ഇ റേസ് ടു എക്സിനെ ഓരോരുത്തരുടെ അടുത്ത് കൊണ്ടുപോകാം. നമ്മൾ ഇ റേസ് ടു എക്സിനെ ഇവിടുന്ന് ഇങ്ങനെ ഇവന്റെ അടുത്ത് കൊണ്ടുപോകും, അതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുപോകും. അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇങ്ങ് വെളിയിലെടുക്കാം. 1/2 ഇൻറ്റു രണ്ട് ഇൻ്റഗ്രലായിട്ട് ചെയ്യാൻ പോവാം. ഒന്ന് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ എക്സ് കോമൺ ആയല്ലേ, സോ ഒമേഗ മൈനസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ് ആദ്യത്തെ ആളായി. പ്ലസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ പ്ലസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ്. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രേഷനും നമ്മൾ ചെയ്യാൻ പോവാം. ഈ രണ്ട് ഇൻ്റഗ്രേഷനും ചെയ്യാൻ പോവുകയാണ്. വളരെ എളുപ്പമാണ്, നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് സൈൻ ബി എക്സ്, അതാണ് നമ്മുടെ ഫോർമുല. അപ്പം ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ആരാണ് എ? ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഏത് ഫോർമുലയാണ് നമ്മൾ ചെയ്യുന്നത്? ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ ബി എക്സ്. അപ്പം അത് കാണുമ്പോഴേ നമുക്ക് എയും ബിയും ചൂസ് ചെയ്യാം. എ എന്ന് പറയുന്നത് 1 ആണ്. ഇ റേസ് ടു ഇത് നോക്കി, ഇ റേസ് ടു മൈനസ് എ എക്സ് മൈനസ് 1x. അപ്പം എ 1. അവിടെ സൈൻ ബി എക്സ്, അപ്പം ബി എന്ന് പറയുന്നത് ഇവിടെയാണ് ബി. അപ്പം ബി എന്ന് പറയുന്നത് ഒമേഗ മൈനസ് 1. അപ്പം നമ്മുടെ ആൻസറും നമുക്കറിയാം. 1/2 അവിടെ ഉണ്ട്, സോറി 1/2 അവിടെ ഉണ്ട്. 1/2 ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഒമേഗ മൈനസ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഒമേഗ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ഇനി അപ്പുറത്തും ഇതുപോലെ തന്നെ ചെയ്താൽ 1 ഡിവൈഡ് ബൈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ബി എന്ന് പറയുന്നത് ഒമേഗ പ്ലസ് 1 ആണ്. ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 ദി സ്ക്വയർ. ഇതാണ് നമ്മുടെ ബി ഒമേഗ. പക്ഷെ ഇതല്ലല്ലോ നമുക്ക് ആൻസർ വരേണ്ടത്. നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ആൻസർ വരേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെങ്ങാണ്ടൊരു സാധനമാണ്, നമ്മൾ ആ പിങ്കിൽ ഹൈലൈറ്റ് ചെയ്ത സാധനം നമുക്ക് വരണ്ടേ. ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ ഒമേഗ റൈസ് ടു 4 പ്ലസ് 4 ആണ് നമുക്ക് വരണ്ടേ. അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ അത് കിട്ടും. അപ്പൊ അല്ലേ നമ്മൾ ഒപ്പിക്കും. പക്ഷെ കിട്ടിയിരിക്കുന്നു, നോക്കിയോ. ഇത് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകും. ആദ്യം 1/2 ഇങ്ങനെ മാറ്റിയെടുത്തു. താഴെ ഞാൻ ഓക്കെ ഒമേഗ മൈനസ് 1 ബൈ ഇതാണ്ട് ഇത് താഴെ ഞാൻ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഒമേഗ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ കേട്ടോ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട്. പിന്നെ അടുത്തടുത്ത് ഇതുപോലെ ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ 1 പ്ലസ് 1 2 ഒക്കെ വരും അല്ലേ. അപ്പൊ ഇതിനെ ഒന്നുകൂടെ വൃത്തിയാക്കാൻ പോയത് സിംപ്ലിഫൈ ചെയ്യുക. 1/2 ഇൻറ്റു ഒമേഗ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2 ആണ്, 2 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ. അടുത്തത് വരുമ്പം ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ. കണ്ട, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു ഒമേഗ മൈനസ് 1 ഇൻറ്റു ഇത്രയും സാധനം 2 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ പ്ലസ് ഒമേഗ പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ ഇൻറ്റു 2 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആളിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലെ ഒമേഗ ഇൻറ്റു 2 ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഒമേഗ ഇൻറ്റു 2 ഒമേഗ അങ്ങനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങ് ക്യാൻസൽ ആയി പൊയ്ക്കോളും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമ്മൾ ചെയ്യാൻ പോകണേ ഒമേഗ ഇൻറ്റു 2 ഇസ് 2 ഒമേഗ പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് 2 ഒമേഗ സ്ക്വയർ മൈനസ് 2
അപ്പം -1 അകത്തോട്ട് കയറ്റുകയാണ്. -1 × 2 is -2 മൈനസ് ഒമേഗ സ്ക്വയർ -2 ഒമേഗ. ആ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് ഇതുപോലെ തന്നെ പ്ലസ് ഒമേഗ × 2 is 2 ഒമേഗ. ഇങ്ങനെ ചെയ്യാൻ പോവാം. 2 ഒമേഗ പ്ലസ് ഒമേഗ ക്യൂബ് -2 ഒമേഗ സ്ക്വയർ പിന്നെ 1 വെച്ചിട്ട് +2 പ്ലസ് ഒമേഗ സ്ക്വയർ -2 ഒമേഗ. ഇനി താഴെ ഒരു വലിയ സംഭവമുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ എന്താ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വെച്ചിട്ട് വേണമെങ്കിൽ താഴെ എഴുതാം 2 പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ -2 ഒമേഗ ദി. ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയേ. -2 ഒമേഗ +2 ഒമേഗ ക്യാൻസൽ. ഇവിടെ +2 ഒമേഗ, ഇവിടെ -2 ഒമേഗ, അതും ക്യാൻസൽ. പിന്നെ +2 ഒമേഗ സ്ക്വയർ, +2 ഒമേഗ സ്ക്വയർ -2 ഒമേഗ സ്ക്വയർ ക്യാൻസൽ. -2 +2 ക്യാൻസൽ. പിന്നെന്തുകൊണ്ട് -ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ക്യാൻസൽ. പിന്നെ ആകെ ഉള്ളത് ഒമേഗ ക്യൂബ് ഇവിടെ ഉണ്ട്, ഒമേഗ ക്യൂബ് ഇവിടെ ഉണ്ട്, 2 ഒമേഗ ക്യൂബ് അവിടെ വരും. ഇത്രയേ ഉള്ളൂ. അവിടെ ന്യൂമറേറ്ററിൽ ആകെ വരുന്നത് 2 × ഒമേഗ ക്യൂബ്. ഇനി താഴെ നോക്കണേ, വീണ്ടും ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് a സ്ക്വയർ പ്ലസ് 2ab 2 × 2 × 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒമേഗ റൈസ് ടു 4 മൈനസ് 2 × സ്ക്വയർ ഇസ് 4 ഒമേഗ സ്ക്വയർ. അപ്പം തന്നെ പ്ലസ് 4 ഒമേഗ സ്ക്വയറും -4 ഒമേഗ സ്ക്വയറും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് ഈ 2ഉം ക്യാൻസൽ ആവും. ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒമേഗ റൈസ് ടു 4. ഇത് തന്നെ അല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് വരണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഒമേഗ ക്യൂബ് ഡിവൈഡ് ബൈ ഒമേഗ റൈസ് ടു 4 + 4. അത് തന്നെ കിട്ടും. അപ്പോൾ അതെടുത്ത് ഇവിടോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ്എക്സിന്റെ സ്ഥാനത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആകും. സോ ഫൈനൽ ആൻസർ ഈസ് എന്താ? നമ്മുടെ ഫോർമുല എന്തുവായിരുന്നു? f(x) is equal to integral 0 to infinity b omega sin omega x dx ആണ്. ആ b ഒമേഗയുടെ സ്ഥാനത്തോട്ട് ഇവരെ അങ്ങോട്ട് കയറ്റി വെക്കുന്നു. സോ ദാറ്റ് ഈസ് integral 0 to infinity omega cube divided by omega raised to 4 + 4 into sin omega x dx. അതാണ് f(x). f(x) എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ തന്നിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. π/2 e raised to -x cos x നോ വേണ്ടായിരുന്നു നമുക്ക്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലവും നമ്മൾ ചെയ്യുന്നത്. ഇനിയും ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനിയും നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരായിട്ട് f(x)നെ എടുക്കും? f(x) എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ π/2 sin x 0 ≤ x ≤ π 0 to π. അതുപോലെ തന്നെ 0 if x greater than π. അതുപോലെ തന്നെ f(x)നെ എടുക്കാം. പക്ഷെ ലെഫ്റ്റിൽ നോക്കണം, അവർ എന്താ ചെയ്തേക്കുന്നത്? ഫൊറിയർ സൈൻ ആണോ, ഫൊറിയർ കൊസൈൻ ആണോ, അതോ ഫുൾ ആണോ എന്ന് നോക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. എക്സ് ഒമേഗ ദേ ഇവിടെ ഉണ്ട്, അത് സൈനേ ഉള്ളൂ. അപ്പോൾ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കണേ. അപ്പോൾ ഫൊറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല നമ്മൾ അങ്ങ് എഴുതും. f(x) = integral 0 to infinity b omega sin omega x dx. സോറി d ഒമേഗ. അപ്പൊ തന്നെ ബി ഒമേഗ എന്ത് കിട്ടും? ബി ഒമേഗ എന്ന് പറയുന്നത് അപ്പം നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ ഇതായിരിക്കണം. ബി ഒമേഗയുടെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ കിട്ടണം. അപ്പം നമുക്കുണ്ടോ ആൻസർ വരെ ആയിക്കഴിഞ്ഞു, ഇനി ഇത് ഒപ്പിച്ചാൽ മതി. അപ്പോൾ ബി ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് sin π ഒമേഗ ഡിവൈഡഡ് ബൈ 1 - ഒമേഗ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ബി ഒമേഗയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെക്കണം 2/π integral 0 to infinity f(x) sin omega x dx. അപ്പം നമ്മൾ എഫ്എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π. എഫ്എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കും? 2/π integral 0 to infinity. പക്ഷേ ഈ 0 to infinity വരെ നമുക്ക് ഫംഗ്ഷന് വാല്യൂ ഇല്ല. ആകെ വാല്യൂ ഉള്ളത് 0 to π വരെയാണ്. അപ്പോൾ അത് ചെയ്താൽ മതി. integral 0 to π. f(x) എന്ന് പറയുന്നത് π/2 sin x ആണ് എഫ്എക്സിന്റെ വാല്യൂ. ഇനി അവിടെ sin omega x ഉണ്ട്.
അപ്പൊ തന്നെ പൈയും പൈയും ടൂവും ടൂവും എല്ലാം ക്യാൻസലായി. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്റഗ്രൽ 0 to പൈ സൈൻ എക്സ് സൈൻ ഒമേഗ എക്സ്. ഇത് ചെയ്യണമെങ്കിൽ സൈൻ എ സൈൻ ബി റിസൾട്ട് അപ്ലൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സൈൻ എ സൈൻ ബി റിസൾട്ട് അറിയാമോ? സൈൻ എ സൈൻ ബി റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബി അല്ലല്ലോ. സൈൻ എ സൈൻ ബി എന്താ? കോസ് എ മൈനസ് ബി അല്ലേ? അപ്പൊ അതറിയണം. അതറിഞ്ഞില്ലേ നടക്കത്തില്ല. സൈൻ എ സൈൻ ബി, സൈൻ എ സൈൻ ബി റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബി അല്ല സോറി കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ദ ഹോൾ ഡിവൈഡ് ബൈ 2 ഇതാണ് സൈൻ എ സൈൻ ബി റിസൾട്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to പൈ കോസ് എ മൈനസ് ബി ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് ഒമേഗ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെല്ലാം നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ഇത് നല്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യും. കാരണം രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. 1/2 ഇങ്ങോട്ട് വെളിയിലെടുത്തു. കോസ് എക്സ് മൈനസ് ഒമേഗ എക്സ് അല്ല ഇങ്ങനെ എഴുതാം. കോസ് എക്സ് മൈനസ് ഒമേഗ എക്സിന് വരെ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. എക്സ് പ്ലസ് ഒമേഗ എക്സിനെ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ അത്രേ ഉള്ളൂ. മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. ഇതിന് ലിമിറ്റ് കൊടുത്താൽ മതി 0 to പൈ. ജസ്റ്റ് ലിമിറ്റ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആൻസർ ആവും. കാരണം അത് 0 കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. സൈനിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് മൊത്തം 0 ആവും. നിങ്ങളപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. 1/2 ഇൻറ്റു സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ഓക്കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. ഇത്രയേ ഉള്ളൂ. കാരണം 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 സൈൻ 0 0 രണ്ടിടത്ത് സൈൻ ആയതുകൊണ്ട് 0 വരുമ്പോൾ 0 ആവും. വേറെ ഒന്നുമില്ല. പക്ഷേ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ആൻസർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പം അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതിന് നമ്മൾ ഇച്ചിരി ASTC റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ നോക്കി നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു സൈൻ ഈ പൈ അകത്തോട്ട് തെറ്റിയാൽ പൈ മൈനസ് പൈ ഒമേഗ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ. ഇത് ബുദ്ധിപരമായ കളിയാണ്. അടുത്തതിന് ഇങ്ങനെ എഴുതാം. സൈൻ പൈ പ്ലസ് പൈ ഒമേഗ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ എന്ന് എഴുതാം. അപ്പൊ നമ്മളിവിടെ സൈൻ 180 മൈനസ് തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. സൈൻ പൈ പ്ലസ് തീറ്റ ആ ഒരു ഫോർമുല നമ്മൾ പഠിച്ച ASTC റൂൾ. സൈൻ പൈ പ്ലസ് തീറ്റ ഈസ് സൈൻ തീറ്റ സോറി സൈൻ പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ സൈൻ പൈ പ്ലസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ. ഈ രണ്ട് റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 1/2 ഇൻറ്റു സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. സോ സൈൻ പൈ ഒമേഗ എന്ന് തന്നെ കിട്ടും. പൈ 1 മൈനസ് ഒമേഗ. ഇവിടെ സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. അപ്പൊ പ്ലസ് സൈൻ പൈ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സൈൻ പൈ ഒമേഗയും നമുക്ക് കോമൺ എടുക്കാം. സൈൻ പൈ ഒമേഗ രണ്ടിടത്തും കോമൺ ഉണ്ട്. ബൈ 2 കോമൺ എടുത്തു. പിന്നെ ആകെ ഉള്ളത് 1/1 മൈനസ് ഒമേഗ പ്ലസ് 1/1 പ്ലസ് ഒമേഗ. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് സൈൻ പൈ ഒമേഗ ബൈ 2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 1 പ്ലസ് ഒമേഗ പ്ലസ് 1 മൈനസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ ഇൻറ്റു 1 പ്ലസ് ഒമേഗ ഈസ് 1 മൈനസ് ഒമേഗ സ്ക്വയർ. മൈനസ് ഒമേഗയും പ്ലസ് ഒമേഗയും ക്യാൻസലായി. അവിടെ 2 വരും. 1 പ്ലസ് 1 2 വരും. ആ 2ഉം ഈ 2ഉം ക്യാൻസലായി. സോ ആൻസർ ഈസ് സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇതായിരുന്നു നമുക്ക് വരണ്ടേ. സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. നോക്കാം. ഈ ക്വസ്റ്റ്യൻ തുടങ്ങിയെടുത്ത് പോട്ടെ. എവിടെ പോട്ടെ? സൈൻ പൈ ഒമേഗ എന്ത് സൈൻ പൈ ഒമേഗ അതിൻ്റെ ഇത് വരച്ചു വെച്ചിരിക്കുന്നു. ഹൈലൈറ്റ് ചെയ്തേക്കാം ബ്ലൂ കൊണ്ട് ഇപ്പം. സൈൻ
പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ആൻസറിലേക്ക് എത്തും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെ സൈൻ്റെ സ്ഥാനത്ത് കോസ് വന്നതേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 നിങ്ങൾ നോക്കണ്ട. കാരണം 0 ടു പൈ ബൈ 2 വരുമ്പോൾ മോഡ് എക്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കത്തില്ല. 0 എക്സ് ലെസ് ദാൻ പൈ ബൈ 2 തന്നെ എടുത്തു വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. കാരണം അത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ്. 0 ടു പൈ ബൈ 2 വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ 0 ടു പൈ ബൈ 2 വെച്ചിട്ട് എക്സ് എന്ന് തന്നെ എടുത്തു വെച്ച് നിങ്ങൾക്ക് ഇത് ഓടിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് കോസിന്റെ ഫോർമുല വരും. ഇത് കോസ് ഉണ്ട്, ഫൊറിയർ കൊസൈനാണ്. ഫൊറിയർ കൊസൈൻ ചെയ്യുമ്പോൾ ആൻസർ വരേണ്ടത് ഏതായിരിക്കും? ഫൊറിയർ കൊസൈൻ ചെയ്യുമ്പോൾ എ ഒമേഗ അല്ലേ? എ ഒമേഗ എന്ന് പറയുന്നത് കിട്ടേണ്ടത് ഇതായിരിക്കണം. എ ഒമേഗ കിട്ടേണ്ടത് ഇതായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ അതിനെ ഒപ്പിച്ചുകൊണ്ട് വരണം. ഓക്കെ, ആൻസറിനെ ഈ രീതിയിലേക്ക് ഒപ്പിച്ചുകൊണ്ട് വരണം. അതിപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഇതിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇനിയും ചെയ്യേണ്ടത്. അത് ഏതൊക്കെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്ന് മെസ്സേജ് ഇടും. ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്ന് അറ്റൻഡൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. താങ്ക് യു.